അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച ഹദീസിൻ്റെ ഒരു തുടർച്ചയെന്നോണമുള്ള ഒരു ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വിശ്വാസിയുടെ പ്രയാസം അവനൊരു ആശ്വാസം നൽകാൻ പരിശ്രമിച്ചാൽ അള്ളാഹു അന്ത്യനാളിൽ അവൻ്റെ പ്രയാസത്തിലും അവൻ ആശ്വാസം നൽകുമെന്നും, അതുപോലെ തന്നെ ഒരാൾ പ്രയാസപ്പെടുന്ന ഒരാൾക്കൊരു എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഒരാളുടെ ന്യൂനത മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ന്യൂനത മറച്ചു വെക്കും. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെയും സഹായിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ഹദീസാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده ومن بطأ به عمله لم يسرع به نسبه. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, യൽതമിസു ഫീഹി, ആ വഴിയിൽ അവൻ അന്വേഷിക്കുന്നു, ഇൽമൻ, അറിവിനെ, സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അതിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ലഹു അവന്, ബിഹി അതുകൊണ്ട്, ആ വഴിയിൽ അവൻ അറിവന്വേഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെ, ആ വഴിയിൽ അവൻ പ്രവേശിക്കുന്നതിലൂടെ അള്ളാഹു അവൻ എളുപ്പമാക്കി കൊടുക്കും, ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത്. അഥവാ ഇൽമന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും എന്നാണ്. അഥവാ ഇൽമി എന്ന് പറയുമ്പോൾ തൻ്റെ വിശ്വാസപരമായും തൻ്റെ കർമ്മപരമായും തൻ്റെ ആളുകളുമായിട്ടുള്ള ഇടപഴകലുമായിട്ടുമൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷിച്ചു കൊണ്ടുള്ള അറിവന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റു വെറും ഭൗതികമായ അറിവുകളുടെ പിന്നാലെ മാത്രം പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ദീനിയായ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പ്രവാചകന്റെ ഹദീസ് പഠിക്കാൻ, അതുപോലെ ദീനിയായ അറിവുകൾ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. തുടർന്നുകൊണ്ട് പറയുന്നു, വമജ്തമഅ ഖൗമുൻ, ഒരു ജനതയും ഒരുമിച്ച് കൂടുകയില്ല, ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നാം ഒരുമിച്ച് കൂടുകയില്ല. എങ്ങനെയായിട്ട്? യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്തുകൊണ്ടും, വയതദാറസൂനഹു ബൈനഹും, അതവർക്കിടയിൽ പരസ്പരം പഠിപ്പിച്ചുകൊണ്ടും. അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്തുകൊണ്ടും അത് അവർക്കിടയിൽ പരസ്പരം പഠിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരു ജനതയും ഒരുമിച്ച് കൂടുകയില്ല. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ സമാധാനം അള്ളാഹു ഇറക്കിക്കൊണ്ടല്ലാതെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്തും അത് പരസ്പരം പഠിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു അവരുടെ മേൽ സമാധാനം ഇറക്കിക്കൊടുക്കുമെന്നാണ്. വഗശിയതുഹും അർറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടും എന്നാണ്. അവർക്ക് സമാധാനം ഇറക്കിക്കൊടുക്കും, അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടും. വഹഫത്തുഹും അൽ മലായികത്തു, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരികയും ചെയ്യും. വദക്കറഹുമുല്ലാ,
അള്ളാഹു അവരെ കുറിച്ച് പറയും ഫീമൻ ഇൻദഹു, അവന്റെ അടുക്കലുള്ളവർ എന്ന്, അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ എന്ന് അവരെ കുറിച്ച് പറയുകയും ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അത് പരസ്പരം പഠിപ്പിച്ചുകൊണ്ടും ഒരു ജനതയും ഒരുമിച്ച് കൂടുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുക, അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് പരസ്പരം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. മുകളിൽ പറഞ്ഞ കാര്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുക എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ എന്താണ്? അറിവ് നേടുക, പഠിക്കുക, വിശുദ്ധ ഖുർആൻ കേൾക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങി അറിവ് നേടുന്നതിന്റെ പ്രാധാന്യവും മറ്റുമാണ് ഇവിടെയൊക്കെ വിശദീകരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അവിടെ വിശുദ്ധ ഖുർആൻ പരസ്പരം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹു അവന് സമാധാനം ഇറക്കി കൊടുക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവരെ മൂടുകയും അതുപോലെ തന്നെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരികയും ഒക്കെ ചെയ്യും എന്ന് മാത്രമല്ല, അള്ളാഹു പിന്നെ പറയുന്നൊരു കാര്യമാണ് വദക്കറഹുമുല്ലാഹു, അള്ളാഹു അവരെ കുറിച്ച് പറയുമെന്ത്? ഫീമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ളവൻ എന്ന്. അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം മറ്റെന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? അള്ളാഹു ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ളവൻ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു ഇത് നമുക്ക് പദവി വേറെന്താണ് ലഭ്യമാകാനുള്ളത്? അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹു അവന്റെ അടുക്കലുള്ളവൻ എന്നുള്ള ഒരു പദവിയാണ് നമുക്ക് നൽകുന്നത് എന്നർത്ഥം. തുടർന്ന് അവസാനമായിട്ട് അള്ളാഹു പ്രവാചകൻ പറയുന്നത് വമൻ ബത്തഅ ബിഹി അമലുഹു, ഒരാൾ തന്റെ കർമ്മത്തിൽ സാവകാശത്തിലായി കഴിഞ്ഞാൽ, ബത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴയുക, സാവകാശത്തിലാവുക എന്ന. വമൻ ബത്തഅ ബിഹി അമലുഹു, ഒരാൾ തന്റെ കർമ്മത്തിൽ സാവകാശത്തിലായാൽ ലം യുസ്രി ബിഹി നസബുഹു, അയാളുടെ തറവാട് അയാളെ ധൃതിയിലാക്കുകയില്ല എന്നർത്ഥം. അഥവാ അമലുകളൊന്നും കാര്യമായിട്ട് ചെയ്യാതെ വളരെ കുറഞ്ഞ അമലുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ വലിയ തറവാട് മഹിമയുള്ളവനാണ്, വലിയ കുടുംബത്തിൽ ജനിച്ചവനാണ്, അറിയപ്പെടുന്ന തറവാട്ടിലെ ഒരു അംഗമാണ് എന്ന കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ അമലുകൾ ഉണ്ടാവുക തന്നെ ചെയ്യണം. അതാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യനായിട്ടുള്ള ആദരണീയനായ വ്യക്തി എന്ന് പറയുന്നത് അത്ഖാക്കും, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളാകുന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ സമ്പത്തിന്റെ വലിപ്പം കൊണ്ടോ തറവാടിന്റെ മഹിമ കൊണ്ടോ മറ്റധികാര സ്ഥാനങ്ങളുടെ മഹിമ കൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് അമലുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? സാവകാശം കാണിക്കാൻ പാടില്ല. അമലുകൾ പരമാവധി ചെയ്യാവുന്നത്ര നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ അറിവ് നേടുക, ആ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങളുമൊക്കെയാണ് ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. കൃത്യമായി അത് മനസ്സിലാക്കി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പഠിക്കുകയും അതിനുള്ള ഏതെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ആ അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അറിവ് നേടുകയും നേടിയ അറിവുകൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യുക. അതൊക്കെ നാളെ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമുക്ക് മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കി അത് ആ രൂപത്തിൽ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.